ഇങ്ങനെ ഒരു കയറി വരുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഡെക്കോർ ഐറ്റം കൊടുത്തുകൊണ്ട് ഇവിടെ മറൈൻബ്ലോയിഡ് ചെയ്തിരിക്കുന്ന ഒരു സെൻറ്റർ ടേബിൾ കാണാൻ സാധിക്കും. കിച്ചണിൽ WPC ആണ് പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ടേബിൾ അത് ഒരു 6 സീറ്റർ ആയിട്ട് ചെയ്തിരിക്കുന്നു. കൊടുത്തിരിക്കുന്നത് WPC പാനൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിനോട് ചേർന്ന് കോവ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ സ്ട്രിപ്പ് ലൈറ്റ് 2 സൈഡിലും കൊടുത്തിരിക്കുന്നു. ഇതിനോട് ചേർന്നിട്ട് നമുക്ക് യൂസ്ഡ് ക്ലോത്തുകളൊക്കെ ഇടാൻ പാകത്തിനുള്ള ഒരു ഏരിയ ഇതിൻ്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇട്ട് കഴിഞ്ഞിട്ടുള്ള ക്ലോത്തുകളെല്ലാം ഇവിടെ ഇടാം. അതിനുശേഷം നമുക്ക് വാഷ് ചെയ്യാൻ കൊണ്ടുപോകാൻ പാകത്തിന് ഇവിടെയാണ് ആ ഒരു സ്റ്റോറേജ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഒരു അടിപൊളി ഓഫർ പറഞ്ഞുതരാം. നമ്മൾ എപ്പോഴും പറയുന്ന ഇൻറ്റീരിയറിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യുക, ക്വാളിറ്റിയോടെ ചെയ്യുക, ഭംഗിയോടെ ചെയ്യുക. അങ്ങനെ ചെയ്തിരിക്കുന്ന ഒരു വീടാണ് നമ്മളത് കാണാൻ പോകുന്നത്. നമ്മുടെ ഫെദർ ലൈഫ് ഇൻറ്റീരിയർ വർക്ക് ചെയ്തിരിക്കുന്ന ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു വീട്. ഞാൻ അജയ് ശങ്കർ, ഹോം ആൻഡ് കൊമേഴ്ഷ്യൽ ഇന്റീരിയർ കൺസൾട്ടൻറ്റ്. ഡോക്ടർ ഇന്ത്യൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഫെദർ ലൈഫ് ഇൻറ്റീരിയേഴ്സിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതി പോകുന്നുണ്ട്, നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം. ആദ്യം തന്നെ അത് പറയട്ടെ. അപ്പോൾ ഇവിടെ തുടങ്ങാം. പൂർണ്ണമായിട്ട് ചെയ്തിരിക്കുന്നത് WPCയുടെ ലൂവേഴ്സ് ആണ്. ഇവിടെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട്, ഒരു ഓപ്പൺ ലെഡ്ജ് കൊടുത്തിട്ട്, അതായത് ഇവിടെ ചെയ്തിരിക്കുന്ന WPC മറൈൻ പ്ലൈവുഡ് ഡോസ് മുഴുവൻ HDHMR അങ്ങനെയാണ് ഇത് പോയിരിക്കുന്നത്. ഞാൻ അന്നേരം പറയാൻ മറന്നുപോയി എന്നെങ്കിലും ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ ഒരു കയറി വരുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഡെക്കോർ ഐറ്റം കൊടുത്തുകൊണ്ട് ഇവിടെ നമുക്ക് ഷൂസൊക്കെ വെക്കാനായിട്ടുള്ളൊരു ഭാഗം ചെയ്തിട്ടുണ്ട്. അകത്ത് നമുക്ക് ഷൂസൊക്കെ ഓപ്പൺ ചെയ്തിട്ട് ഷൂസൊക്കെ അകത്ത് വയ്ക്കാൻ പാകത്തിന്, ഷൂസ് ചെരുപ്പ് എല്ലാം വെക്കാൻ പാകത്തിന് ഇവിടെ ചെയ്തിരിക്കുന്നു. കൂടാതെ ഒരു സിറ്റിംഗ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എപ്പോഴും ഇൻറ്റീരിയർ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമ്മളോട് എല്ലാവരും ചോദിക്കുന്നതാണ്, ഈ കാണുന്ന മുഴുവൻ ചെയ്തിരിക്കുന്ന അവരാണോ എന്നുള്ളത്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന എല്ലാം ചെയ്തിരിക്കുന്നത് നമ്മുടെ ഫെദർ ലൈഫ് ഇൻറ്റീരിയേഴ്സ് തന്നെയാണ്. ഈവൻ ലൂസ് ഫർണിച്ചർ അടക്കം. ഈ കാണുന്നതാണ് ലൂസ് ഫർണിച്ചർ. ഇവിടെ ഒരു കോർണർ സോഫയാണ് കൊടുത്തിരിക്കുന്നത്. കോർണർ സോഫ എന്ന് പറയുമ്പോഴത്തേക്കും സാധാരണ നമുക്ക് 5x2 എന്ന സ്റ്റാൻഡേർഡ് സൈസിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് 7x2 എന്ന സൈസിൽ പ്ലസ് കോർണർ എന്ന സൈസിൽ കോർണർ സോഫ കൊടുത്തിരിക്കുന്നു. കസ്റ്റമൈസ് ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. ഇവിടെ മറൈൻബ്ലോയിഡ് ചെയ്തിരിക്കുന്ന ഒരു സെൻറ്റർ ടേബിൾ കാണാൻ സാധിക്കും. അതിൻ്റെ താഴെ റഗും കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ ഏരിയയിൽ പൂർണ്ണമായിട്ടും റോമൻ ബ്ലൈൻഡ്സ് ആണ് ചെയ്തിരിക്കുന്നത്. കർട്ടൻസും ചെയ്യാം, ബ്ലൈൻഡ്സും ചെയ്യാം. ഇവിടെ റോമൻ ബ്ലൈൻഡ്സ് കസ്റ്റമർ റിക്വയർമെൻറ്റ് അതായതുകൊണ്ട് റോമൻ ബ്ലൈൻഡ്സ് ആണ് ചെയ്തു പോയിരിക്കുന്നത്. പിന്നെ ഇവിടെയാണ് നമുക്ക് TV യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. TV യൂണിറ്റ് ബാക്ക് പാനൽ പൂർണ്ണമായിട്ടും PVC ബോർഡ് അടിച്ച് അതിൻ്റെ മുകളിലേക്കാണ് നമുക്ക് മറൈൻ പ്ലൈവുഡ് ചെയ്തിരിക്കുന്നത്. മറൈൻ പ്ലൈവുഡിന് വുഡൻ ലാമിനേറ്റ് കൊടുത്തുകൊണ്ട് നമുക്ക് സ്റ്റോറേജ് ഏരിയ കൊടുത്ത് അതുപോലെ തന്നെ താഴെയും സ്റ്റോറേജ് കൊടുത്തിട്ടുള്ള ഒരു TV യൂണിറ്റ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ വീട് പൂർണ്ണമായിട്ട് 6x4 ടൈല് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഏരിയ വലുതായിട്ട് ഫീൽ ചെയ്യും. ഓപ്പൺ ആയിട്ടുള്ള സെൻട്രൽ പവർ യൂണിറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പ്രയർ യൂണിറ്റ് എന്ന് പറയുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് എല്ലാ മതവിഭാഗങ്ങൾക്കും ഒരുപോലെ സ്വീകരിക്കാൻ പറ്റുന്ന സെൻട്രൽ പവർ യൂണിറ്റ് എന്ന പേരിൽ നമുക്ക് ഇതിനെ വിളിക്കാം. അങ്ങനെ ഒന്ന് ഇവിടെ ചെയ്തിട്ടുണ്ട്. അതും മറൈൻ പ്ലൈവുഡ് ചെയ്തിരിക്കുന്നു. സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ബൈബിൾ ഇവിടെ വെച്ചിരിക്കുന്നു. ഓപ്പൺ ലെഡ്ജസ്, ഫോട്ടോ ഫ്രെയിം 2 സൈഡിലും ഓപ്പൺ ലെഡ്ജസും. കൂടാതെ ഇവിടെ ഒരു ഫ്രെയിമിങ് കൊടുത്തിട്ടുണ്ട്. ഇതിലെ പൂർണ്ണമായിട്ടും വൈറ്റ് വുഡ് കോമ്പിനേഷൻ ഇവർ മെയിൻറ്റെയിൻ ചെയ്തു പോയിട്ടുണ്ട്. ഫെദർ ലൈഫിനോട് ഇവർ പറഞ്ഞിരുന്നു, അതാണ് വേണ്ടതെന്ന് പറഞ്ഞിരുന്നതനുസരിച്ച് അവരങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ സീലിങ്ങും ചെയ്തിട്ടുണ്ട്. പലപ്പോഴും സീലിംഗ് കോമ്പിനേഷൻ വരുന്നത് ആ ഒരു ഫ്ലോറും അതുപോലെ ഇൻറ്റീരിയർ പൂർണ്ണമായിട്ടും ഒക്കെയുള്ള കോമ്പിനേഷൻ സീലിംഗ് ചെയ്തിരിക്കുന്നു. കോവ് ലൈറ്റുകൾ കൊടുത്ത്, കൂടാതെ നമുക്ക് സ്ട്രിപ്പ് ലൈറ്റ് വെളിയിലും കൊടുത്തിട്ടുണ്ട്. അല്ലാതെ പൂർണ്ണമായിട്ടും ഒരു വോം തീമിൽ ലൈറ്റ് ചെയ്തിരിക്കുന്ന കാണാൻ സാധിക്കും. ഇത് തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഈ വുഡൻ തീം ഇവിടെയും അങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. കൂടാതെ മുകളിലൊരു കട്ടിങ്ങുണ്ട്. അതിൽ നമുക്ക് PVC ബോർഡ് CNC കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഇതാണ് ആക്ച്വലി ഇവരുടെ ലിവിങ് ഏരിയ. നമുക്ക് ലിവിങ് ഏരിയയിൽ നിന്ന് നേരെ കിച്ചണിലേക്ക് വരാം. കിച്ചണിലേക്ക് വരുന്ന വഴിക്ക് തന്നെയാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത്. അതേസമയം കിച്ചണിൽ നമുക്ക് നേരെ ഡൈനിങ്ങിലേക്ക് പോകാം എന്ന് വിചാരിക്കുന്നു. ഇതാണ് കിച്ചൺ. നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ ആ 6x4 ടൈൽ അങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. കിച്ചണിൽ WPC ആണ് പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്നത്. WPC എന്ന് പറയുമ്പോഴത്തേക്ക് ഇവർ കിച്ചണിൽ അത്യാവശ്യം ആക്സസറീസ് എല്ലാം തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന ആക്സസറീസൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്നതാണ്. കൂടാതെ ഈ അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആക്സസറീസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇത് കണ്ടില്ലേ, ഇതുപോലുള്ള ആക്സസറീസ് ഇത് നമുക്കിങ്ങനെ ഈ ഹാങ് ചെയ്തിട്ട് വെളിയിലോട്ട് നമുക്ക് വലിച്ചെടുക്കാം. അതിനുശേഷം ആവശ്യം കഴിഞ്ഞ് തിരിച്ചു വയ്ക്കാം. അങ്ങനെയുള്ള ആക്സസറീസും ഒക്കെ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വാഷ് ബേസിന് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ വാഷ് ബേസിൻ്റെ മുകളിലായിട്ട് നമുക്ക് GTPT ചെയ്തിട്ടുണ്ട്. ഗ്ലാസ് ട്രേ, പ്ലേറ്റ് ട്രേ, അത് വയേർഡ് ബാസ്ക്കറ്റ് ആയിട്ടുള്ള GTPT ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇനി ഇതുപോലുള്ള സ്റ്റോറേജ് യൂണിറ്റുകളും കൂടാതെ ഇങ്ങനെയുള്ള ഗ്ലാസ്
ഡോറോട് കൂടിയിട്ടുള്ള സ്റ്റോറേജ് യൂണിറ്റുകൾ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. നമുക്ക് എപ്പോഴും കിച്ചണിൽ കസ്റ്റമറുടെ ആവശ്യം അനുസരിച്ചിട്ടാണ് എല്ലാം ചെയ്യുന്നത്. സോ ഇവിടെ ഒരു കസ്റ്റമറുടെ ആവശ്യം അനുസരിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഫെദർ ലൈഫ് ഇന്റീരിയേഴ്സ് ചെയ്തു പോയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിൻ്റെ ഡോറുകളെല്ലാം തന്നെ ഇതുപോലെ ഗോല പ്രൊഫൈൽ ചെയ്തിട്ടുള്ള ഡോറുകളാണ് ഇവർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ നമുക്കൊരു സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്, PVC ഷട്ടറോട് കൂടിയിട്ടുള്ള സ്റ്റോറേജ് യൂണിറ്റ്. ഇത് PVC നമുക്ക് അക്രലിക്കിലും അവൈലബിൾ ആണ്, ഇവിടെ PVC-ലാണ് വന്നിരിക്കുന്നത്. പിന്നെ വന്നിട്ട് നമുക്ക് ടോൾ യൂണിറ്റിൽ ഡോർ കൊടുത്തിരിക്കുന്നത് ഫ്ലൂട്ടഡ് ഗ്ലാസ്സിലാണ്. ഫ്ലൂട്ടഡ് ഗ്ലാസ് നമ്മളിപ്പോൾ കുറച്ച് മുന്നേ അപ്പുറം കണ്ടിരുന്ന ഫ്ലൂട്ടഡ് ഗ്ലാസ്സുകൾ കൂടാതെ ഇവിടെ വിക്കർ ബാസ്ക്കറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനോട് ചേർന്ന് തന്നെ നമുക്കൊരു ഒരു വർക്ക് ഏരിയ കൂടിയുണ്ട്. വർക്ക് ഏരിയയിലും ഇതേ കളർ തീം മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. അവിടെയും താഴ്വശത്ത് അപ്പർ യൂണിറ്റാണ് വന്നിരിക്കുന്നത്. സോ അവിടെ നമുക്ക് WPC ആണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ അത്യാവശ്യം ഇവരുടെ ചൂല് പോലുള്ള സാധന സാമഗ്രികൾ വെക്കാനായിട്ടുള്ള ഏരിയയും കൊടുത്തിട്ടുണ്ട്. കിച്ചണിൽ നിന്ന് നേരെ നമുക്ക് നമ്മുടെ ഡൈനിങ്ങിലേക്ക് വരാം. ഡൈനിങ് ടേബിള് അത് ഒരു 6 സീറ്ററായിട്ട് ചെയ്തിരിക്കുന്നു. ഡൈനിങ് ടേബിൾ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ നമ്മുടെ ഡിസൈനൊക്കെ അനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ വളരെ സ്മൂത്തായിട്ട് കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ടേബിളാണ് ഇവിടെ വന്നിരിക്കുന്നത്. വിത്ത് 6 ചെയറും കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ടേബിളിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് എന്ത് വേണ്ടത്, വാഷിംഗ് ഏരിയ വേണ്ടത്. വാഷിംഗ് യൂണിറ്റ് ആയിട്ട് വാഷിംഗ് ഏരിയ അത്യാവശ്യം വലിപ്പത്തിൽ എന്നാൽ കണ്ടാൽ വളരെ ഭംഗിയാകത്തുള്ള രീതിയിലാണ് വാഷിംഗ് ഏരിയയോട് കൊടുത്തിരിക്കുന്നത്. ബാക്ക് പാനലായിട്ട് ഫ്ലൂട്ടഡ് WPC കൊടുത്തിരിക്കുന്നു. അതിൻ്റെ ഫ്രണ്ടിൽ മിറർ വന്നിരിക്കുന്നു. മിറർ ലൈറ്റോട് കൂടിയിട്ടാണ്. കൂടാതെ കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ട് അതിൻ്റെ താഴെ WPCയിലുള്ള സ്റ്റോറേജും കൊടുത്തിട്ടാണ് നമുക്ക് എന്ത് വന്നിരിക്കുന്നത്, വാഷിംഗ് യൂണിറ്റ് ഇവിടെ ചെയ്തിരിക്കുന്നത്. വാഷിംഗ് യൂണിറ്റോട് ചേർന്നിട്ട് നമുക്കിവിടെ ഒരു ക്യൂരിയോസ് പോലെ ചെയ്തിട്ടുണ്ട്. ക്രോക്കറി ഒരു ഷെൽഫ് എന്നുള്ള രീതിക്കല്ല ചെയ്തിട്ട് ഇവിടെ നമുക്ക് വെയിൻസ്കോട്ട് വെച്ചിട്ട് ഇനിയിപ്പോൾ ഇവിടെ നമുക്കൊരു എന്തെങ്കിലും വാൾ പേപ്പേഴ്സൊക്കെ ചെയ്യണമെന്നുണ്ട് ധൈര്യമായിട്ട് ചെയ്യാൻ പാകത്തിലുള്ളൊരു സ്പേസ് അവിടെ ഇട്ടു പോയിരിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്കുണ്ട് സീലിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഡൈനിങ് ടേബിൾ കിടക്കുന്ന അതേ രീതിയിലുള്ള സീലിംഗ് മുകളിലും കൊടുത്തിരിക്കുന്നത്. WPC പാനൽസാണ് കൊടുത്തിരിക്കുന്നത്. അതിനോട് ചേർന്ന് കോവ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ സ്ട്രിപ്പ് ലൈറ്റ് 2 സൈഡിലും കൊടുത്തിരിക്കുന്നു. അതേ സാധനം അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് പോയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഒരു തേച്ചൊക്കെ പോകാൻ പാകത്തിനടുത്ത് ഇരുന്ന് അയൺ ചെയ്യാൻ പാകത്തിനുള്ളൊരു സ്പേസ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും വളരെ ഭംഗിയായിട്ടുള്ളൊരു ഏരിയ ഇവിടെ ചെയ്തിരിക്കുന്നു. ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റോറേജ് ഏരിയ, അതായത് ഇൻവെർട്ടർ പോലുള്ള കാര്യങ്ങൾ വെക്കാനായിട്ടുള്ള ഒരു സ്റ്റോറേജും കൂടെ ചേർത്തിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ താഴെയായിട്ടാണ് ഇത് വരുന്നത്. അതിൽ ലൈറ്റ് കൊടുത്തിട്ടൊരു സെൻസറാണ്. ഇവിടെയും ഒരു ഫോട്ടോ ഫ്രെയിമാണ് ചെയ്തിരിക്കുന്നത്. വെയിൻസ്കോട്ട് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇനി ബെഡ്റൂമിലേക്ക് വരാം. ബെഡ്റൂമിൽ മാസ്റ്റർ ബെഡ്റൂം, അതിൽ ഇവിടെ ചെയ്തിരിക്കുന്ന വുഡിൻ്റെ ബെഡ് കോട്ടാണ്. കിങ് സൈസ് ബെഡ് കോട്ട് ചെയ്തിരിക്കുന്നു. ഹെഡ് ബോർഡ് അവിടെ വെയിൻസ്കോട്ട് വെച്ച് തിരിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് കർട്ടൻസ് ആണ് ചെയ്തിരിക്കുന്നത്, റിപ്പിൾ കർട്ടൻസ് ചെയ്തിരിക്കുന്നു. ഇവിടെ ഇരുന്ന് ജോലി ചെയ്യാൻ പാകത്തിനുള്ള ഒരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട്. മറൈൻ പ്ലൈവുഡ് പ്ലസ് ലാമിനേഷൻ, അതും വുഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് പോയിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു കൗച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ബേ വിൻഡോ പോലെ സെറ്റ് ചെയ്യുന്നത് പോലെ ലുക്കിലേക്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഇരിപ്പിടം കൊടുത്തിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഒരു 3 ഡോർ വാർഡ്രോബ്, അത് നമുക്ക് മുകളിലോട്ട് ലോഫ്റ്റ് കൊടുത്തുകൊണ്ടുള്ള 3 ഡോർ വാർഡ്രോബാണ് വന്നിരിക്കുന്നത്. ഇവർക്ക് ഡ്രസ്സ് ഇരിപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ എല്ലാം തുറന്ന് കാണിക്കുന്നില്ല. അതേസമയം ഇവിടെ നമുക്ക് ഡ്രസ്സിങ് യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. ഇരുന്ന് ഡ്രസ്സ് ചെയ്യാൻ പാകത്തിനുള്ളൊരു ഫുൾ മിററോട് കൂടിയിട്ടുള്ള വാർഡ്രോബിനോട് അറ്റാച്ച് ചെയ്തിട്ടാണ് ഇവിടെ നമുക്ക് ഡ്രസ്സിങ് ഏരിയ ചെയ്തിരിക്കുന്നത്. ഭിത്തികളിൽ പലപ്പോഴും ഒരു ഷോ വാൾ ചെയ്തിരിക്കുന്ന പോലെ, കുറച്ച് മുന്നേ നമ്മൾ ആ വാഷിംഗ് ഏരിയയിൽ കണ്ടതുപോലെ WPCയുടെ ലൂവേഴ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കുറച്ച് മുന്നേ പറഞ്ഞതുപോലെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാ സ്ഥലങ്ങളിലും ഫോൾ സീലിംഗ് ചെയ്തിട്ടുണ്ട്. ജിപ്സത്തിൻ്റെ ഫോൾ സീലിംഗ്, കോവ് ലൈറ്റ് പ്ലസ് നമ്മുടെ പ്രൊഫൈൽ ലൈറ്റ് ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട്. ഇത് താഴത്തെ 1ാമത്തെ ബെഡ്റൂമാണ്. താഴെ നമുക്ക് ടോട്ടൽ 2 ബെഡ്റൂംസ് ആണുള്ളത്. ഇപ്പോൾ നമ്മൾ കണ്ടതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് സെക്കൻഡ് ബെഡ്റൂം ഉണ്ട്. ഇതാണ് സെക്കൻഡ് ബെഡ്റൂം. ഇവിടെ കുറച്ച് മുന്നേ പറഞ്ഞതുപോലെ തന്നെ വുഡിൻ്റെ ബെഡ് കോട്ട് കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ പോലെ തന്നെ ഒരു ഫ്രെയിം ഇവിടെ ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇവിടെ ഒരു ഇരിക്കാൻ പാകത്തിനുള്ള ഒരു സ്ഥലം സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലായിടത്തെയും കളറുകൾ, കുഷ്യൻസിൻ്റെ ആ ഒരു ലെതർ കളർ പാലറ്റ് ഒരുപോലെ കൊണ്ടുപോയിട്ടുണ്ട്. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും വാർഡ്രോബ് വന്നിട്ട് 4 ഡോർ വാർഡ്രോബ്, അത് വുഡ് വൈറ്റ് കോമ്പിനേഷനിൽ ചെയ്തിരിക്കുന്ന വാർഡ്രോബാണ്. ഇവിടെയാണ് ഡ്രസ്സിങ് ഏരിയ കൊടുത്തിരിക്കുന്നത്. ഡ്രസ്സിങ് യൂണിറ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്ത് കുറച്ച് മുന്നേ നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിൽ കണ്ട അതേ ഒരു ഡ്രസ്സിങ് ഏരിയ അറ്റാച്ച്മെൻറ്റ് ഇവിടെയും നമ്മൾ കൊടുത്തിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് എല്ലാ റൂമുകളിലും ഉള്ളതുപോലെ ഈ വീട്ടിൽ മൊത്തം നമുക്ക് സീലിംഗ് ഉണ്ട്. ഫോൾ സീലിങ്ങിൻ്റെ കാര്യം പ്രത്യേകം ഞാൻ എടുത്തു പറയുന്നില്ല, എല്ലായിടത്തും ഉള്ളത് കൊണ്ട് തന്നെ. ഇതിനോട് ചേർന്നിട്ട് നമുക്ക് യൂസ്ഡ് ക്ലോത്തുകളൊക്കെ ഇടാൻ പാകത്തിനുള്ള ഒരു ഏരിയ ഇതിൻ്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇട്ട് കഴിഞ്ഞിട്ടുള്ള ക്ലോത്തുകളെല്ലാം ഇവിടെ ഇടാം. അതിനുശേഷം നമുക്ക് വാഷ് ചെയ്യാൻ കൊണ്ടുപോകാൻ പാകത്തിന് ഇവിടെയാണ് ആ ഒരു സ്റ്റോറേജ് സെറ്റ് ചെയ്തിരിക്കുന്നത്.
നമുക്ക് ഇവർ തന്നിരിക്കുന്ന ഒരു ഓഫർ നിങ്ങൾക്ക് ഞാൻ പാസ് ചെയ്യുകയാണേ. അതായത് എല്ലായിടത്തും ഇവർ കേരളത്തിൽ ഓരോ സ്ഥലത്തും കേരളത്തിൽ എല്ലായിടത്തും ഇവർ സർവീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു അടിപൊളി ഓഫർ പറഞ്ഞുതരാം. നമ്മൾ ഇൻറ്റീരിയർ ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് കിച്ചണാണ്. ഏറ്റവും കൂടുതൽ ആക്സസറീസ് യൂസ് ചെയ്യുന്നതും കിച്ചണിലാണ്. അതുകൊണ്ട് കിച്ചണിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന 3 ടാൻഡം ഡ്രോയേഴ്സ്, അതുപോലെ തന്നെ GTPT ഡിറ്റർജൻറ്റ് ഹോൾഡർ, അങ്ങനെയുള്ള ടോട്ടൽ 7 ഐറ്റംസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരും. അതായത് ഇതിനൊക്കെ എക്സ്പെൻസ് എക്സ്ട്രാ ഉള്ളതാണ്. ഏത് ചെയ്യുമ്പോൾ നമ്മുടെ കവേർഡ് ചെയ്തു അല്ല കർക്കേസ് ചെയ്തതിന് ശേഷം ആക്സസറീസ് ഒന്നും ഫ്രീ അല്ല, അതിനൊക്കെ നമ്മൾ വില കൊടുക്കണം. പക്ഷേ ഈ പറഞ്ഞ ആക്സസറീസ് നമ്മൾ ഫ്രീ തരികയാണ്. നിങ്ങൾ ഇതിനൊരു ടൈം ലിമിറ്റ് ഇല്ല. അതായത് ഇത് ഇത്ര സമയത്തിനുള്ളിൽ എന്നുള്ളൊരു സംഗതിയില്ല, ടൈം ലിമിറ്റ് ഇല്ല. ഈ വീഡിയോ കണ്ട് ഇവരെ വിളിച്ച് ഇവർക്ക് വർക്ക് കൊടുക്കുന്ന ഓരോരുത്തർക്കും, നമ്മുടെ ഫെദർ ലൈഫ് ഇൻറ്റീരിയേഴ്സിനെ വർക്ക് ഏൽപ്പിക്കുന്ന ഓരോരുത്തർക്കും, ഈ വീഡിയോ കൊണ്ട് വർക്ക് ഏൽപ്പിക്കുന്ന ഓരോരുത്തർക്കും നിങ്ങൾക്ക് കിച്ചണിലുള്ള ഞാൻ ഈ പറഞ്ഞ ആക്സസറീസ് പൂർണ്ണമായിട്ട് ഫ്രീ തരും എന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ വന്നിരിക്കുന്നത് ഈ വീടിൻ്റെ അപ്പർ ലിവിങ്ങിലേക്ക്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ലൈറ്റുകൾ, ഡിസൈനിലെല്ലാം ലൈറ്റും കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ലൈറ്റുകൾ ഉൾപ്പെടെ അവരുടെ ഡിസൈനിലുണ്ടായിരുന്നു. അതനുസരിച്ചാണ് ഇവർ ഓരോന്നും പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ലൈറ്റ് വന്നിരിക്കുന്നത് അവിടെ നമ്മൾ താഴെ ഡൈനിങ് ഏരിയയിൽ പറഞ്ഞതുപോലെയുള്ള WPCയുടെ പാനൽസ് കൊടുത്തിട്ടുണ്ട്. ജിപ്സത്തിൻ്റെ സീലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ജിപ്സം സീലിംഗ് ഇവിടെ പൂർണ്ണമായിട്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ അത് പ്രത്യേകം ഞാൻ എടുത്തു പറയുന്നില്ല എന്ന് ഇടയ്ക്കൊന്ന് പറഞ്ഞിരുന്നു. പിന്നെ മേളിൽ അപ്പർ ലിവിങ്ങിൽ തന്നെ നമുക്കൊരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. വലിയ ഡെക്കറേഷൻസ് ഒന്നുമില്ല. ഇവിടെ സ്റ്റോറേജ് കൊടുത്ത് ഇവിടെ നമ്മൾ താഴെ കാണിച്ച അതേ ഫ്ലൂട്ടഡ് പാനൽ, ദെൻ ഇവിടെ ഒരു ബീഡിങ്ങും അതായത് മറൈൻ പ്ലൈവുഡിൽ ഒട്ടിച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ താഴെ ചെയ്തിരിക്കുന്ന പോലെ ഒരു അപ്പർ ലിവിങ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മുകളിൽ ബെഡ്റൂമുകളുണ്ടെങ്കിലും അവിടെ കാര്യമായിട്ട് ഇവർ ഇപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് അത് ഞാൻ എടുത്ത് കാണിക്കുന്നില്ല. യഥാർത്ഥത്തിൽ നമ്മളൊരു വീട് ചെയ്യുമ്പോഴത്തേക്കും അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഫെദർ ലൈഫ് ഇൻറ്റീരിയേഴ്സ് ഓരോ പ്രൊജക്റ്റും അങ്ങനെയാണ് ചെയ്തു തരുന്നത്. വീണ്ടും എടുത്തു പറയുന്നു, ഇവർക്ക് റെസ്ട്രിക്ഷൻസ് ഇല്ല. കേരളത്തിൽ എല്ലായിടത്തും എവിടെ വിളിച്ചാലും നിങ്ങൾക്ക് വന്ന് വർക്ക് ചെയ്തു തരുന്നതാണ്. തൃപ്പൂണിത്തറയാണ് ഇവരുടെ ഓഫീസുള്ളത്. നേരിട്ട് വന്ന് കണ്ട് നിങ്ങൾക്ക് ഇവരുടെ അടുത്തുനിന്ന് കൊട്ടേഷൻസ് എടുത്ത് ഇവരുടെ വർക്ക് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഞാനിപ്പോൾ കുറച്ചേറെ പ്രൊജക്റ്റുകൾ ഇവരുടെ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിയർ ബൈ ആയിട്ടുള്ള ഇവരുടെ പ്രൊജക്റ്റുകൾ ചെന്ന് കണ്ട് ഇവരെ വിലയിരുത്താവുന്നതാണ്. എപ്പോഴും ബഡ്ജറ്റ് എന്ന് പറയുന്നത് എന്താ പറയുക, ഒരു ഇൻറ്റീരിയറിൽ ഇപ്പോൾ 2600 സ്ക്വയർ ഫീറ്റ് നിങ്ങൾക്ക് ചെയ്തു തരും എന്ന് പറഞ്ഞാൽ ഇൻറ്റീരിയറിൽ അത് വർക്കാവുന്നത് അതിൻ്റെ കൊട്ടേഷൻസ് ഒക്കെ എടുത്തു കഴിയുമ്പോൾ എസ്റ്റിമേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ അത് കൃത്യമായിട്ടുള്ളൊരു വില എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. പിന്നെ പലപ്പോഴും ഇതിൻ്റെ വില ചോദിക്കുന്ന ആൾക്കാരുടെ അടുത്ത് എപ്പോഴും നമ്മൾ കാണിക്കുന്ന പ്രൊജക്റ്റിൻ്റെ വില പറയണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ആ ഇൻറ്റീരിയർ ഫേം അല്ല, ആ വീട്ടുടമസ്ഥനാണ്. അപ്പോൾ നമുക്കും ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. സോ എൻ്റെ അടുത്ത് ആൾ പറയുകയാണ് പറഞ്ഞോളൂ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാം. അല്ലാത്ത സാഹചര്യത്തിൽ എനിക്ക് എൻ്റെ വില ഓപ്പണായിട്ട് പറയാൻ സാധിക്കത്തില്ല. സോ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ വില നമുക്ക് പറയാവുന്നതാണ്. എത്രയായി ഇതിന് ടോട്ടൽ ബഡ്ജറ്റ് എന്ന് പറയാൻ സാധിക്കുന്നത്. എങ്കിൽ പോലും നിങ്ങൾക്ക് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് മറൈൻ പ്ലൈവുഡ്, അതുപോലെ തന്നെ HDHMR ബോർഡ്, നമുക്ക് ഷട്ടേഴ്സായിട്ട് അതായത് ഡോറുകളായിട്ട് WPC വാനിറ്റി ഏരിയ പോലുള്ള സ്ഥലങ്ങളിൽ WPC ഉപയോഗിച്ച് വളരെ കൃത്യമായിട്ട് ഇൻറ്റീരിയർ ചെയ്ത് തന്നെ നമ്മുടെ ഫെദർ ലൈഫ് ഇൻറ്റീരിയേഴ്സ്. സോ നമ്പറേ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, നേരിട്ട് വിളിച്ചു. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് കാണാം. അതുവരെയും അജയ് ശങ്കർ സൈനിങ് ഓഫ്, ഡോക്ടർ ഇൻറ്റീരിയർ.